ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിലെ രണ്ട് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഒന്ന് തരിക്കഞ്ഞി, മറ്റൊന്ന് ചീരാക്കഞ്ഞി. നോമ്പ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ തരിക്കഞ്ഞി കുടിക്കും. ചീരാക്കഞ്ഞി നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാലാണ് അധികവും കുടിക്കുക, തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ. ാണ് നമുക്ക് കിട്ടേണ്ടത്. ഓവർ തിക്കാവാനും പാടില്ല, ഓവർ ലൂസാവാനും പാടില്ല. അതിന് റവ ഓവർ ഇട്ട് കൊടുക്കാതെ തന്നാൽ മതി. ഒരുപാട് റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ കുറുകി വരും. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് റവയും സേമിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ജീരകക്കഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് നെല്ലുത്തേരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കഞ്ഞിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയരി. ഇതിന് നമുക്ക് ഏത് റൈസ് വേണമെങ്കിൽ എടുക്കാം. പച്ചരി എടുക്കാം, കൈമരി എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. അങ്ങനെ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പം 1 കപ്പ് നെല്ലുത്തേരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വിസിൽ വരുന്ന ആ ഒരു കണക്കിനനുസരിച്ചിട്ട് അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്താൽ കഞ്ഞി ഓവർ ലൂസായി പോവും. അപ്പം ഈ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഒരു 2 വിസിൽ വരുന്നവരെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയുടെ അളവ് പറയുകയാണെങ്കിൽ ചെറിയ തേങ്ങയാണെങ്കിൽ 1/2 മുറി മതിയാവും. വലിയ തേങ്ങയാണെങ്കിൽ ഒരു 1/4 ഭാഗം മതിയാവും. ഒരുപാട് തേങ്ങ ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ജീരകം, ചുവന്നുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി വെള്ളം ഒരുപാട് ചേർത്ത് അടിക്കാൻ പാടില്ല. ഇത് അടിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് വേണം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ. അപ്പം അടിച്ചെടുത്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മൾ കഞ്ഞിയിലോട്ട് മിക്സ് ചെയ്യാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള, അതായത് വേവിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിയിലോട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ കുക്കറിൽ 2 വിസിൽ വരുത്തി വേവിച്ച് വെച്ചിട്ടുള്ള കഞ്ഞി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 തള വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ചെറിയ പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ചെറിയുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചീരകഞ്ഞിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വറവിടാതെ കഞ്ഞി കുടിക്കുകയാണെങ്കിലും ടേസ്റ്റാണ്, വറവിട്ട് കഞ്ഞി കുടിക്കുകയാണെങ്കിലും ടേസ്റ്റാണ്. അതൊക്കെ ഓപ്ഷനാണ്. അപ്പം ഞാനിവിടെ വറവിട്ടിട്ട് ആണ് ചീരകഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നത്, നമ്മൾ കോഴിക്കോട് സ്റ്റൈലിൽ. അപ്പോൾ നമ്മൾ ചീരകഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നോമ്പിനൊക്കെ ക്ഷീണം മാറാൻ ചീരകഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.